ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ജാസ്മിൻ ജാഫറിന്റെ ഈ ഒരു ലുക്ക് റിക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ. സംഭവം വളരെ സിമ്പിളാണ്, പക്ഷെ നല്ലൊരു എലഗന്റ് ലുക്ക് തന്നെ ജാസ്മിൻ ഇല്ലേ. പീറ്റർ പാൻ കോളറും പഫ് സ്ലീവും വരുന്ന ഒരു എ ലൈൻ ഡ്രസ്സാണ്. താഴെ ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ കോപ്പി അടിക്കുന്നില്ല, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താമെന്ന് വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ മോക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മോക്ക് എന്തായാലും ക്രിസ്മസിനൊരു ഡ്രസ്സ് അടിക്കണം എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. അപ്പം ഈ ഒരു ഡ്രസ്സ് തന്നെ അടിച്ചേക്കാന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാനിടാം 1 മീറ്റർ സാറ്റിൻ്റെ ക്ലോത്തും 2 മീറ്റർ നെറ്റും എടുത്തിട്ടുണ്ട്. ഓഫ് വൈറ്റാണ് കളർ എടുത്തത്, പ്യുവർ വൈറ്റ് എടുക്കുന്നില്ല എന്ന് കരുതിയിട്ട് തന്നെയാണ്. അതേപോലെ തന്നെ ജാസ്മിൻ്റെ ആ ഡ്രസ്സിൽ ലേസ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പീറ്റർ പാൻ കോളറിൽ ഒരു നേരിയ ലേസും താഴെ ഫ്രിൽസിൻ്റെ അവിടെ കുറച്ച് വീതിയുള്ള ലേസുമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ 2 തരം ലേസ് വാങ്ങിയിട്ടില്ല. ഞാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉള്ളതിൽ വെച്ചിട്ട് ഈ ഒരു വൈറ്റ് ലേസാണ് കുറച്ചൊരു ഭംഗിയായിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 3 മീറ്ററാണ് ഞാൻ വാങ്ങിയത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടിങ്ങിലേക്ക് കടക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സെലിബ്രിറ്റീൻ്റെ ഡ്രസ്സൊക്കെ റിക്രിയേഷനൊക്കെ ചെയ്ത് നോക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് വേഗം കട്ടിങ്ങിലേക്ക് കടക്കാം. കട്ട് ചെയ്യാനായിട്ട് ഇത് നിവർത്തി ഇട്ടെടുത്താന്ന് മനസ്സിലായേ. തുണി മുറിച്ചത് 1 മീറ്റർ ഒന്നും ഇല്ല. ആ കടക്കാരെന്നെ പറ്റിച്ചു ഗൈസ്. 1 മീറ്ററിന് പകരം 3/4 മീറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒപ്പിച്ചെടുക്കാം. ഞാൻ വിചാരിച്ചതുപോലെ ഞാൻ ബാക്കിലൊരു ബോയും ഒക്കെ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. അതൊന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം യോക്ക് പോർഷൻ കട്ട് ചെയ്യാം. യോക്ക് പോർഷന് വേണ്ടിയിട്ട് തുണി ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് 11 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 12 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി നെക്ക് വിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 3.5 ഇഞ്ചും ബാക്ക് നെക്ക് ലെങ്ത്ത് 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ബോക്സ് ആക്കിയിട്ട് വരച്ച് വെക്കാം. ഇപ്പം നെക്ക് കട്ട് ചെയ്യുന്നില്ല. നെക്ക് എപ്പോഴും ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമേ കട്ട് ചെയ്യാറുള്ളൂ. അതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് ഷോൾഡർ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളും 5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് ഇതുപോലൊരു ലൈനിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ലൈനിൽ നമുക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം. ചെസ്റ്റ് റൗണ്ട് 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി ഷോൾഡർ ഒരു 4 ഇഞ്ചും കൂടി ഡ്രോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. അതേപോലെ താഴെ വേസ്റ്റ് റൗണ്ടും 6 ഇഞ്ച് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി ഇതുപോലെ വരച്ചു കൊടുക്കാം. താഴെ നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത ആ ലൈനിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കാം. എന്നതിന് ശേഷം ഈ മാർക്ക് ചെയ്തതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ലൈനിങ്ങിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ സെൻറ്റർ വരുന്ന ഭാഗത്തും നമ്മുടെ നെക്ക് വിട്ട് വരുന്ന ഭാഗത്തും ഇതുപോലെ ചെസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗത്തൊക്കെ നമുക്കിതുപോലെ ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി താഴെ ഭാഗം കട്ട് ചെയ്യാനായിട്ട് ബാക്കി വന്ന സാറ്റിൻ തുണി നമുക്കിതുപോലെ 4ആയിട്ട് മടക്കിയിടാം. ഇതിൻ്റെ വീതി 11 ഇഞ്ച് ഉണ്ടായിരുന്നു. ലെങ്ത്ത് നമുക്ക് ഫുൾ ലെങ്ത്തിൽ നിന്ന് യോക്കിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് കിട്ടുന്നതാണ് എടുക്കേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 13 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. എന്നതിന് ശേഷം നമ്മൾ യോക്ക് കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ വീതിയും കൂടി നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് ഇതുപോലെ ചെരിച്ചിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് താഴെ ഭാഗത്ത് നിന്ന് 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഒരു കർവ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മെയിനായിട്ടുള്ള നെറ്റിൽ കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതുപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് നമ്മുടെ സ്കേർട്ട് ഭാഗം വെച്ച് കൊടുക്കാം. അത് സ്കേർട്ട് ഭാഗം കട്ട് ചെയ്യുമ്പം നമ്മൾ താഴെ സൈഡിൽ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് വേണം നെറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ബാക്കിയുള്ള നെറ്റിൽ യോക്കിൻ്റെ ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് താഴെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ, താഴെ ഫ്രിൽസ് കൊടുക്കാനുള്ള പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ താഴത്തെ വീതിൻ്റെ, നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച സ്കേർട്ടിൻ്റെ താഴത്തെ വീതിൻ്റെ 3 ഇരട്ടിയാണ് നമുക്ക് ഫ്രിൽസിനായിട്ട് തുണി ആവശ്യമുള്ളത്.
പിന്നെ ഫ്രിൽസിൻ്റെ ലെങ്ത്ത് വരുന്നത് 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കൊടുക്കാം. സ്ലീവ് നമ്മൾ പഫ് സ്ലീവാണ് ചെയ്യുന്നത്. ഫാബ്രിക് ഇവിടെ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം. 6 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം. നമ്മൾ നോർമലായിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ പഫിനുള്ള പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് എക്സ്ട്രാ ഒരു 5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്ലീവിൻ്റെ മാർക്കിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ 5 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിൽ വെച്ചിട്ട് നമുക്ക് സ്ലീവിൻ്റെ മാർക്കിങ് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. നമ്മൾ മാർക്ക് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബോഡി പാർട്ട് എടുത്തിട്ട് നമ്മുടെ ആ ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് മടക്കി പിടിച്ചിട്ടാകുമ്പം ഇതുപോലെ വെച്ച് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നമ്മൾ ഇത് കറക്റ്റ് ആണോ മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇനി നമുക്ക് താഴെ സ്ലീവ് റൗണ്ടും കൂടി മാർക്ക് ചെയ്യാം. സ്ലീവ് റൗണ്ട് വരുന്നത് 3.5 ഇഞ്ചാണ്. എന്നിട്ട് ഇതുപോലെ നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിൽ വെച്ചിട്ടാണ് സ്ലീവ് റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് 1 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ കയറ്റിയിട്ടും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ കട്ടിങ് ഒക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ എടുത്തത് 2 മീറ്റർ നെറ്റായിരുന്നു. അപ്പം ഈ കറക്റ്റ് 1/2 മീറ്റർ എനിക്കിപ്പം ബാക്കി വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് 1 മീറ്റർ നെറ്റ് മാത്രമേ ആവശ്യം വന്നിട്ടുള്ളൂ. ഞാൻ ഈ സാറ്റിൻ്റെ അടിയിൽ കോട്ടൻ്റെ ലൈനിങ്ങും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബോഡിക്കും സ്കേർട്ടിനും സാറ്റിൻ കട്ട് ചെയ്ത അളവ് തന്നെ കോട്ടൻ്റെ ലൈനിങ്ങും കൂടി കട്ട് ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ സ്റ്റിച്ചിങ്ങിലുള്ള ഫസ്റ്റ് പരിപാടി ലൈനിങ്ങും നെറ്റും സാറ്റിനും എല്ലാം കൂടിയിട്ട് നമുക്ക് ആദ്യം ജോയിൻ ചെയ്തെടുക്കാം. ഞാനിവിടെ തുണിന്ന് ഇറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നടുവിലൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം അഴിച്ച് കളയാം കേട്ടോ. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. ബാക്ക് പാർട്ട് എടുത്ത് നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്ത പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും മാർക്ക് ചെയ്ത് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ക്രോസ് പീസ് എടുത്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. ഇൻവിസിബിൾ സിബാണ് വെച്ച് കൊടുക്കുന്നത്. അതിനായിട്ട് 2.5 ഇഞ്ച് വീതിക്ക് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് 2 സൈഡും മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പീസ് നമുക്കിനി നടുക്ക് വെച്ചിട്ട് ആദ്യം ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആ നടുക്ക് കൊടുത്ത സ്റ്റിച്ചിൻ്റെ 2 സൈഡിലും ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് വലിയൊരു വി പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സിബ് വെക്കുന്നത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നത്. അറിയുന്നില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. സിബ് വെക്കുന്നത് മാത്രമായിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഇൻവിസിബിൾ സിബൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ പണി നോക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് നെക്കിൽ പീറ്റർ പാൻ കോളർ ചെയ്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ നടുക്കേ കൂടെ ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മുടെ സാറ്റിൻ ക്ലോത്ത് 4ആയിട്ട് മടക്കിയെടുക്കാം. ഇതുപോലെ ഫോൾഡ് വരുന്ന ഭാഗം തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് ആദ്യം താഴെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഈ സൈഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ലൈനിലേക്ക് നമ്മുടെ നെക്ക് വെച്ച് കൊടുക്കാം. ആ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ താഴെ മാർക്ക് ചെയ്തെടുത്ത് നമുക്കൊരു 3 ഇഞ്ച് താഴെ കിട്ടുന്ന രീതിക്ക് വേണം നമ്മൾ നെക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നമ്മുടെ ആ ലൈനിൽ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഈ നെക്ക് മാർക്ക് ചെയ്തതിന് ഈ സൈഡിലേക്ക് 2.5 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്തും താഴെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ നെക്കിൻ്റെ ആ കർവ് വരുന്ന ഭാഗത്തു നിന്നൊക്കെ ഓരോ പോയിന്റ് കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് അതും കർവ് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്തിട്ടും കൂടി വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഭാഗത്ത് 1/2 ഇഞ്ച് സൈഡിൽ തുമ്പ് വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്കിത് 4 പീസ് ഇതുപോലത്തെ സാറ്റിൻ കിട്ടിയിട്ടുണ്ട്. ഇനി നെറ്റിൽ നിന്ന് 2 പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നെറ്റ് ഈ ഒരു ഷേപ്പിലാണ് ഇപ്പം മുറിച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഒരു പീസ് സാറ്റിൻ്റെ അകത്ത് ഈ നെറ്റ് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെറ്റിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ലേസിൻ്റെ നല്ല ഭാഗം നമ്മുടെ ഈ കോളറിൻ്റെ ഈ ഉൾവശത്തേക്കായിട്ട് വരുന്ന രീതിക്ക് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കർവ് വരുന്ന ഭാഗത്തൊക്കെ കൃത്യമായിട്ട് വളച്ച് പിടിച്ച് ഒരേ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം എനിക്ക് ലേസിൻ്റെ സർക്കിൾ ഫുള്ള് വേണ്ട, ഹാഫ് സർക്കിൾ മാത്രം മതി എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇതുപോലെ ലേസ് വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോളറിൻ്റെ മറ്റേ പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കർവ് വരുന്ന ഭാഗത്തൊക്കെ നല്ല വൃത്തിക്ക് കട്ടിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ മറിച്ചിടുമ്പം ഇങ്ങനെ ഒരു ഷേപ്പില്ലാത്ത രീതിക്കാണ് നിൽക്കുക. കർവ് വരുന്ന ഭാഗത്തൊക്കെ അടുപ്പിച്ച് തന്നെ കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നേരെ നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടും കൂടി ഉണ്ട്. നമുക്ക് ഇങ്ങനെ എക്സ്ട്രാ വരുന്ന എന്തെങ്കിലും ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ 2 കോളറും സെറ്റാക്കി എടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല വശത്തായിട്ട് ഈ 2 കോളറും ഇതുപോലെ സെൻറ്ററിൽ അതിൻ്റെ ആ കോളറിൻ്റെ പോയിന്റ് വരുന്നില്ലേ ആ ഭാഗം നമുക്ക് സെൻറ്ററിൽ കിട്ടുന്ന രീതിക്ക് വെച്ചിട്ട് നെക്കിലൂടെ അടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് രാത്രി ആയിട്ടുണ്ട്. കുഞ്ഞില്ലോണ്ട് ഒറ്റ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നെക്കിൽ കോളർ അവിടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതുപോലെ ഒരു ക്രോസ് പീസ് എടുത്തിട്ട് ചീത്ത വശത്ത് വെച്ച് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് ഭാഗം ഫിനിഷായി. ഇനി നമുക്ക് ബാക്ക് ഭാഗം എടുത്തിട്ട് ഷോൾഡർ ടു ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സ്ലീവ് എടുക്കുക. എന്നിട്ട് നമ്മൾ 5 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തില്ലേ അവിടെ നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മുടെ 2 സൈഡും സ്ലീവിൻ്റെ ആ ഒരു ഇത് വരുന്നില്ലേ ആ ഒരു കർവ് ഭാഗം ആ ഭാഗം ആദ്യം തന്നെ അറ്റാച്ച് ചെയ്തെടുക്കും. അതിന് ശേഷം ആ നടുക്ക് നമ്മുടെ ഷോൾഡർ വരുന്ന ഭാഗത്ത് നിന്ന് താഴേക്കും 2 സൈഡിലേക്കും ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 2 ഇഞ്ചിൻ്റെ ഉള്ളിൽ ഈ പ്ലീറ്റ്സ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതുപോലെ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അതേപോലെ സ്ലീവിൻ്റെ താഴെ ഭാഗം ഞാൻ പീക്കോ ചെയ്തെടുക്കുക ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഈ താഴത്ത് നിന്ന് 1.5 ഇഞ്ച് മുകളിലേക്കായിട്ട് എലാസ്റ്റിക് വെച്ച് കൊടുക്കാം. 1/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചാണ്. അത് നമുക്ക് വലിച്ച് പിടിച്ചിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ സ്ലീവ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. താഴെ പീക്കോ ചെയ്തുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് താഴെ സ്കേർട്ട് ഭാഗം ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കത് സ്കേർട്ട് പോർഷന് നെറ്റും സാറ്റിനും കോട്ടൺ ലൈനിങ്ങും എല്ലാം കൂടിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ബോഡി പാർട്ടിലേക്ക് നല്ല വശത്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മളിതാ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലേക്കും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതിങ്ങനെ വെച്ചിട്ട് പതിച്ചിട്ടൊരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡും ജോയിൻ ചെയ്തെടുക്കാം.
നമ്മുടെ ചെസ്റ്റ് റൗണ്ടിനും സ്ലീവ് റൗണ്ടിനും ഒക്കെ അളവിനനുസരിച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്തെടുക്കുമ്പോൾ യോക്ക് പോർഷൻ്റെ താഴത്തേക്ക് 1 ഇഞ്ച് മാത്രം സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്തെടുക്കുക വേണ്ടത്. അങ്ങനെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് താഴെ ഭാഗം സാറ്റിൻ്റെയൊക്കെ മടക്കി അടിച്ചു കൊടുക്കാം. നമ്മൾ താഴെ കുറച്ച് കർവായിട്ട് കട്ട് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ വലിച്ചൊന്നും പിടിക്കാണ്ട് സാവകാശം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ഒരു മടക്കി ഒരു അടിവ് കൊടുത്തതിന് ശേഷം രണ്ടാമതും ഒന്നും കൂടി മടക്കി അടിച്ചാൽ കുറച്ചുകൂടി നീറ്റായിട്ട് നമുക്ക് കർവ് ചെയ്യുന്ന ഭാഗമൊക്കെ മടക്കി അടിക്കാൻ കിട്ടും. ഇനി നമുക്ക് ഫ്രിൽസ് ഇടാൻ വെച്ച പീസസ് ജോയിൻ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം പീക്കോ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഫ്രോക്കിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ ഫ്രോക്കിൻ്റെ നെറ്റിൻ്റെ താഴെ ഭാഗം നമ്മൾ മടക്കി അടിച്ചിട്ടില്ല. ആ ഭാഗത്തേക്ക് നല്ല വശം ചേർത്ത് വെച്ചിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ മൊത്തം ഫ്രിൽസ് ഇട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇപ്പം തന്നെ കാണാൻ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ലേസ് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ഫ്രോക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നില്ല. ഇനി ഇതിൻ്റെ നെക്കിൻ്റെ അവിടെയൊക്കെ കുറച്ച് എംബ്രോയിഡറിയും നടുക്ക് കുറച്ച് കൊടുക്കൊക്കെ വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ.